ഹായ് എവരിവൺ, വെൽക്കം ടു മാസ്റ്ററിംഗ് ദ ട്രേഡിംഗ് സൈക്കോളജി. അപ്പോൾ ട്രേഡിംഗ് സൈക്കോളജിയുടെ ഈ ഒരു കംപ്ലീറ്റ് സീരീസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ 50 ഡേയ്സിൽ വന്നിട്ടുള്ള ഫിനാൻഷ്യൽ ഫ്രീഡം ചലഞ്ചിലെ ഓരോ ചോദ്യങ്ങളും എടുത്ത് നമ്മൾ ഓരോ വീഡിയോസായി നിങ്ങൾക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യുകയാണ്. സോ ഡു ലെറ്റ് മീ നോ യുവർ വാല്യുബിൾ ഫീഡ്ബാക്സ്. അതുപോലെ തന്നെ ട്രേഡിംഗ് സൈക്കോളജി മാസ്റ്റർ ചെയ്യാനായിട്ട് ഈ ഒരു സീരീസ് നിങ്ങൾ എന്തായാലും ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകും. ഈവൻ ഇഫ് യു ആർ എ ബിഗിനർ, ഈവൻ ഇഫ് യു ആർ എ പ്രോ ട്രേഡർ, ഈവൻ ഇഫ് യു ആർ ഇന്റർമീഡിയറ്റ് ട്രേഡർ, you can benefit from this video. I'm sure you're gonna like it. Do let me know. Complete video watch ചെയ്തതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്സും കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ അറിയിക്കുക. സോ ദാറ്റ് ഈച്ച് ആൻഡ് എവറി ക്വസ്റ്റ്യൻ വ്യൂവേഴ്സിൽ നിന്നും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്കും തോന്നിയിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ട്രേഡിംഗ് സൈക്കോളജി ഇംപ്രൂവ് ചെയ്യാനായിട്ട് എന്താണ് വേണ്ടത് എന്ന് തോന്നിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു മോഡ്യൂളിൽ, ഈ ഒരു വീഡിയോയിൽ, ഈ ഒരു സീരീസിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ലെറ്റ്സ് സീ how this goes. So the first question, how can I manage emotions while trading? This is the first question, അല്ലേ? അപ്പോൾ ഇമോഷൻസ് മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഒന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സേ ഫോർ എക്സാമ്പിൾ ദിസ് മൊമെന്റ് ഇസ് ഇന്നോവേറ്റബിൾ. ഈ ഒരു മൊമെന്റ് മാർക്കറ്റിൽ എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക, ഒരു കെയർ ഫ്രീ മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് ഹാവിങ് എൻ എഡ്ജ്. നമ്മളുടെ കയ്യിൽ ഓൾറെഡി ഒരു എഡ്ജ് ഉണ്ട്, നമ്മുടെ കയ്യിൽ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ട്. ഇന്നത്തെ ഡേ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിനെ സമീപിക്കുന്നത്, എങ്ങനെയാണ് നമുക്ക് ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക എന്നുള്ള കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത് തന്നെയാണ് ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നാലും ട്രേഡിംഗ് ചാർട്ട്സ് കണ്ടു തുടങ്ങി കുറച്ച് മണിക്കൂറുകൾ കഴിയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഇമോഷൻസ്, ഈവൻ പ്രോ ട്രേഡേഴ്സ് ഫേസ് ദിസ് ചാലഞ്ചസ്. ദാറ്റ്സ് വാട്ട് ഐ ബിലീവ്. അപ്പോൾ അവർ ചെയ്യുന്ന ഒരു മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നുണ്ടാവുക. മൈൻഡ്ഫുൾനെസ്സിന് വേണ്ടിയിട്ട് സ്റ്റേ അവേ, ലെറ്റ്സ് സേ 5-10 മിനിറ്റ്സ് മാർക്കറ്റിൽ നിന്നും ചാർട്ട്സിൽ നിന്നും മാറി നിൽക്കുക. യു ഡു വാട്ട് എവർ തിങ്സ് യു ലൈക്ക് അതർ ദാൻ ട്രേഡിംഗ്. അതുപോലെ തന്നെ ഈ ഒരു മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ തിങ്കിങ് ഒരു ബയാസ്ഡ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ ആ ബയാസിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയതിന് ശേഷം ലെറ്റ്സ് സേ യു ക്യാൻ പ്ലേ ദിസ് വൺ, യു ക്യാൻ കീപ് യുവർ ഹാൻഡ്സ് ലൈക്ക് ദിസ് വൺ ലൈക്ക് ദിസ് ആൻഡ് ഇങ്ങനെ ചുമ്മാ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. സോ ദാറ്റ് വാട്ട് ഹാപ്പൻസ്, നിങ്ങൾക്ക് ഈ ഒരു പ്രാക്ടീസിലൂടെ നിങ്ങളുടെ ബ്രെയിനിനെ നിങ്ങൾ വീണ്ടും ബീയിങ് ഇൻ ദിസ് മൊമെന്റ് എന്നുള്ള രീതിയിൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ട്രേഡിംഗ് സൈക്കോളജി പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ഫ്രണ്ടിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് ഡു ലെറ്റ് മീ നോ യുവർ വാല്യുബിൾ ഫീഡ്ബാക്സ് ഇൻ ദ കമന്റ് സെഷൻ.